ഇസ്രായേലിന് നേരെ വീണ്ടും യമന്റെ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം, ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തി എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ ബെംഗൂരിയൻ എയർപോർട്ടിനോട് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണം നടന്നത് എന്നുള്ളതും എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് യാത്രക്കാർ പുറത്തോട്ട് ഓടുന്നതും എയർപോർട്ടിൻ്റെ അകത്തേക്ക് തന്നെ പരസ്പരം ഓടുന്നതുമായിരിക്കുന്ന വീഡിയോകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കഴിഞ്ഞ ഒരാഴ്ചയുടെ ഇടയിൽ ഫലസ്തീൻ 2 എന്ന് പറയുന്ന മിസൈലും സുൽഫിക്കർ മിസൈലും രണ്ടു ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അക്രമത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് തകരുന്നു എന്ന് പ്രതിപക്ഷം ഇപ്പോൾ ഇസ്രായേലിനോട് ചോദിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. പല ഘട്ടങ്ങളിലും ഇവിടെ സൈറൺ മുഴങ്ങുന്നു. സൈറൺ മുഴങ്ങുന്നതോടനുബന്ധിച്ച് ജനങ്ങൾ വല്ലാത്ത രീതിയിൽ വെപ്രാളത്തിലാകുന്നു. കാര്യമെന്ന് പറയുന്നത്, മുൻപൊക്കെ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ശത്രുവിൻ്റെ മിസൈലുകൾക്ക് സാധിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ ലക്ഷ്യം കാണുന്നു, തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവരുടെ മിസൈൽ സംവിധാനം ഇവിടെ ഈ സ്ഫോടനം നടത്തുന്നത് എന്നുള്ളൊരു ഭയം യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ജനങ്ങൾക്കുണ്ട്. ഇസ്രായേൽ ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിൽ ഇപ്പോൾ രണ്ട് തരത്തിലാണ് നീങ്ങുന്നത്. 10 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത വലിയ പ്രക്ഷോഭത്തിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിനെതിരെ അവർ വിളിക്കുന്ന മുദ്രാവാക്യം നീതി ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ്. മാത്രമല്ല, ഗസയിലെ കൂട്ടക്കൊല നടക്കുന്ന പ്രവർത്തികൾ എന്താണ് ആനന്ദിക്കാനുള്ളത്? കാര്യം എത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു അത്രത്തോളം അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ഇസ്രായേലിലായിരിക്കും. നമ്മൾക്ക് സ്വതന്ത്രമായ രീതിയിൽ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്യുന്നത് എന്ന തരത്തിലേക്കാണ് പ്രതിഷേധിക്കുന്നവർ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുൻപത്തെ പോലെ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനമായിരിക്കുന്ന വിവരങ്ങൾ, ഇറാൻ ചോർത്തിരിക്കുന്ന ചില രഹസ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിൻ്റെ സാങ്കേതിക വിദ്യ ചോർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ശക്തിയോടുകൂടി ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും, എത്രത്തോളം ശക്തിയാണ് ഇതിനെ വഹിക്കാൻ വേണ്ടി സാധിക്കുക, എന്തൊക്കെ ആ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഇറാൻ്റെ കൈവശത്തിൽ എത്തിയപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഈ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനെ മറികടക്കാൻ എന്ത് തന്ത്രങ്ങൾ അല്ലെങ്കിൽ എന്ത് ശക്തിയാണ് തങ്ങളുടെ മിസൈലിൻ്റെ അകത്ത് പ്രയോഗിക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഹൈപ്പർസോണിക് മിസൈലൊക്കെ വലിയ സാങ്കേതിക വിദ്യയോട് കൂടിയും ദൂരപരിധി മറികടന്നുകൊണ്ടും ലക്ഷ്യം കാണാൻ വേണ്ടി പ്രാപ്തമായിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടത്. അതൊക്കെ ലക്ഷ്യം കാണുകയും ചെയ്തു. അതിൻ്റെ ആദ്യപടി എന്ന തരത്തിലാണ് ജൂലൈ മാസത്തിൽ നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പരീക്ഷ നടത്തിയത്. ഇറാൻ തങ്ങളുടെ ഉപയോഗശൂന്യമായിരിക്കുന്ന സർവ്വ മിസൈലുകളും ഇസ്രായേലിന് നേരെ തങ്ങൾ പരീക്ഷണം നടത്തി. മാത്രമല്ല, ചില മിസൈലുകൾ മറ്റ് ലോകരാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താൻ പറ്റാത്തത് അതും ഉപയോഗിച്ചു. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ഇത്രത്തോളം ശക്തിയും ബലവും മാത്രമേ അയൺ ഡോമിനുള്ളൂ, ഹൈപ്പർസോണിക്കിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ യമൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ചില നിലപാടുകൾ, അഭിപ്രായങ്ങളൊക്കെ വീണ്ടും അമേരിക്കയോട് സഹായം തേടുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിലവിൽ യമനും അമേരിക്കയും തമ്മിലൊരു കരാർ വ്യവസ്ഥയുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ളതാണ് കരാർ വ്യവസ്ഥയിൽ പറയുന്നത്. അത് ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നിയന്ത്രണം അമേരിക്കക്ക് ആവശ്യമാണ്. അങ്ങനെ ആ സമയത്ത് മാത്രമേ ഞങ്ങൾ സുരക്ഷിതരായിരിക്കൂ എന്നൊരു അഭിപ്രായം ഇപ്പോൾ ഇസ്രായേൽ നിന്ന് പുറത്തു വരികയാണ്. പക്ഷെ അതൊരിക്കലും അമേരിക്ക അംഗീകരിക്കില്ല. പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ട്രംപിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ടാണ് അമേരിക്ക യമനുമായിട്ട് ഒരു കരാർ വ്യവസ്ഥയ്ക്ക് അംഗീകാരം നൽകണമെങ്കിൽ ഒരിക്കൽ പോലും യമനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമാവണം. അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് ഗസക്കെതിരെ ശക്തമായിരിക്കുന്ന ആക്രമണം, സ്ഫോടനവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, വലിയ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ അകത്തുള്ള ഇസ്രായേലിലായിരിക്കുന്ന വിഭാഗത്തെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം നൽകിക്കൊണ്ട് അവർക്ക് സംതൃപ്തിയാകുന്ന രീതിയിൽ ഒരു ഭരണ സംവിധാനം കാഴ്ചവെക്കാൻ വേണ്ടി നെതന്യാഹു സർക്കാരിന് സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും യഥാർത്ഥത്തിൽ ഇവർക്ക് സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഫലസ്തീൻ 2 ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണം, അതിനൊരു ഘട്ടത്തിൽ അവർ പ്രതിരോധിക്കാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും ആക്രമണം നടത്തി അത് ലക്ഷ്യം കാണുകയും ചെയ്തു. സുൽഫിക്കർ മിസൈൽ ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് അതിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് വീണ്ടും പ്രയോഗിച്ചത്. ആ പ്രതിരോധമാണ്
തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാതെ പോയത്. അപ്പോൾ നിർമ്മിതികളൊക്കെ ഏറെക്കുറെ ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മിതികളൊക്കെ നടക്കുന്നത് ഇറാനിൽ നിന്നാണ്. ആ ഇറാനിൽ നിന്ന് ഈ യമനിലേക്ക് എത്തിക്കുന്നു. യമൻ നിന്നാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏകദേശം ഒരു വർഷത്തിലധികം യമന്റെ കൈവശത്തിലുള്ള ആയുധത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണ കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവർ ആയുധങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കുന്ന മേഖലയൊക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തികളും അമേരിക്ക ആരംഭിച്ചതാണ്. എന്നിട്ടും അവർക്ക് ഇപ്പോഴും ഏത് മേഖലയിലാണ് അവർ ആയുധം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല അമേരിക്കക്ക് എന്നുള്ളത് കൃത്യമാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് യമനുമായിട്ട് തങ്ങൾ വെടിനിർത്തലാണ് ഉചിതമായിരിക്കുന്ന കാര്യം, തങ്ങളുടെ ആരോഗ്യത്തിനും അവരുടെ ആരോഗ്യത്തിനൊക്കെ നല്ല അതാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകളൊക്കെ നടത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ ഈ ആക്രമണം എന്ന് പറയുന്നത് സുൽഫിക്കർ മിസൈൽ ഉപയോഗിച്ചും പാലസ്തീൻ 2 മിസൈൽ ഉപയോഗിച്ചുമുള്ള ആക്രമണം ഇടയ്ക്കിടയ്ക്ക് സമയബന്ധിതമായ രീതിയിൽ ഉണ്ടാകുന്നു എന്നാണ്. അത് യമൻ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, രാത്രിയെ പകലാക്കുന്ന തരത്തിലുള്ള ആക്രമണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള ഏറ്റവും ഒടുവിൽ അവരുടെ ഈ ഇലക്ട്രിക്കൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതിനോടനുബന്ധിച്ച് അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്: ചില സമയത്ത് സൂര്യൻ ഉദിക്കുന്ന തരത്തിൽ പ്രകാശം കണ്ടാൽ നിങ്ങൾ ഞെട്ടണ്ട, ഞങ്ങളുടെ അക്രമമായിരിക്കും അത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അക്രമം പ്രതീക്ഷിക്കുക, സമയബന്ധിതമായ രീതിയിൽ എന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പിന്നീട് വലിയ അക്രമ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും യമൻ്റെ ഒരു ഭീഷണി വലിയൊരു ഭീഷണിയായിട്ട് തന്നെയാണ് ഇസ്രായേലിന് മുമ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ കാര്യത്തിൽ സഹായിക്കാൻ വേണ്ടി അമേരിക്ക പോലും മെനക്കെടാത്തത് അല്ലെങ്കിൽ തയ്യാറാകാത്തത് വലിയ പ്രയാസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമാണ്.